മിസ്സിംഗ് എന്ന് പറയുന്നത്. ആ 5 ആളിനെ കിട്ടാനായിട്ടുള്ള നമ്മുടെ നടപടികൾ രാവിലെ തന്നെ തുടങ്ങി, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയായിരിക്കും ഈ നടപടിക്രമങ്ങൾ, എന്തൊക്കെ സജ്ജീകരണങ്ങൾ? ഇപ്പോൾ NDRF-ഉം ഫയർഫോഴ്സും ഉൾപ്പെടുന്നുള്ള രക്ഷാ ടീമാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടാവർ ഡോഗിൻ്റെ, അതായത് ഡെഡ് ബോഡി മണ്ണിനടിയിലുണ്ടെങ്കിലും മണത്തെറിയുന്ന ഡോഗിൻ്റെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഇന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മണ്ണ് നമ്മുടെ റോഡ് നമ്മൾ ക്ലിയർ ചെയ്തു. റോഡ് ഇത് ചൂരൽമലയിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ അപ്പുറത്തെ ആൾക്കാർ താമസമുണ്ട്, റിസോർട്ടിലുണ്ട്. റോഡ് ആദ്യമേ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. റോഡിനെ ആ മണ്ണ് പാലത്തിന് ഇരുവശത്തുമുള്ള മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡോഗിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നു. അവിടെ ആരെങ്കിലും വിനോദസഞ്ചാരികൾ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുക? ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് അത് അപ്പുറത്തെ റിസോർട്ടുകളുണ്ട്. ഇതാ ഒരു മെയിൻ റോഡാണ്. അപ്പോൾ അപ്പുറത്തെ റിസോർട്ടുകളിൽ താമസിക്കുന്ന ടൂറിസ്റ്റുകൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ പറയാൻ പറ്റുകയില്ല. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ വിവരം. ഇല്ല, അത് നമുക്ക് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ കടാവർ ഡോഗിന്റെ സർവീസും ഉപയോഗിക്കുന്നുണ്ട്. മണ്ണ് ചലഞ്ച് ഈ പ്രകൃതി കാലാവസ്ഥയാണ്. ഈ മണ്ണ് ഇടിഞ്ഞു വന്നപ്പോൾ ചെളിയും പാറക്കല്ലും ഉണ്ട്. അപ്പോൾ അത് പരമാവധി പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സോൺ വൈസ് ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. സോൺ വൈസ് നമ്മൾ 4 സോണായിട്ട് തിരിച്ച് ഓരോ സോണിലെയും മണ്ണ് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ മാറ്റിക്കൊണ്ടിരിക്കും. ഓരോ സോണിലും ഇപ്പം നമുക്ക് ഫയർഫോഴ്സ് തന്നെ 106 ആളുണ്ട്. NDRF-ന്റെ 68 പേരുണ്ട്. പിന്നെ ലോക്കൽ പോലീസുണ്ട്. മിക്സഡ് ടീമാണ്. പിന്നെ നമ്മൾ ഈ പുഴയുടെ ഡൗൺ സ്ട്രീമിൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ പ്രത്യേകമായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനും NDRF-ന്റെയും ഫയർഫോഴ്സിന്റെയും ആൾക്കാരും